നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഇന്ന് FC ബാഴ്സലോണ കാറ്റലൻ ഡെർബിക്കായിട്ട് ക്യാമ്പ് നൗവിൽ ഇറങ്ങുമ്പോൾ ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ: നഗരവൈരികളായ എസ്പാനിയോളിനെ തകർത്തെറിയണം, റയൽ മാഡ്രിഡുമായിട്ടുള്ള ലലീഗയിലെ പോയിൻറ്റിൻ്റെ അന്തരം 9 വർദ്ധിപ്പിക്കണം. അങ്ങനെ സംഭവിച്ചാൽ ഏതായാലും റയലിൻ്റെ ഇത്തവണത്തെ കിരീടമോഹങ്ങൾ അവിടെ തീരും. അത് ഉറപ്പിക്കാൻ വേണ്ടിയാണ് ഇന്നത്തെ മത്സരം. ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 10 മണിക്കാണ് ക്യാമ്പ് നൗവിൽ ബാഴ്സലോണയും എസ്പാനിയോളും തമ്മിൽ ഏറ്റുമുട്ടുന്നത്. പക്ഷേ അടുത്തത് വളരെ നിർണായകമായിട്ടുള്ള UCL മത്സരമാണ്. ആദ്യ പാദത്തിൽ ക്യാമ്പ് നൗവിൽ അത്ലറ്റിക്കോ മാഡ്രിഡിനോട് തോറ്റിട്ടുണ്ട്. 2-0 തോൽവിയാണ്. ഇനിയിപ്പോൾ ചൊവ്വാഴ്ചയാണ് ബാഴ്സലോണക്ക് അത്ലറ്റിക്കോ മാഡ്രിഡുമായിട്ട് കളിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ ബുധനാഴ്ച പുലർച്ചെ. അതുകൊണ്ട് തന്നെ പല പ്രധാന താരങ്ങൾക്കും ഈ കളിയിൽ കോച്ച് റെസ്റ്റ് കൊടുത്തേക്കുമെന്ന തരത്തിലുള്ള വാർത്തകൾ കൂടി പുറത്തേക്ക് വരുന്നുണ്ട്. അത്തരത്തിൽ റെസ്റ്റ് കൊടുക്കാൻ സാധ്യതയുള്ള 4 താരങ്ങൾ, ഒരാൾ പെഡ്രിയാണ്. അദ്ദേഹം ഫിസിക്കലി സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു പക്ഷേ അദ്ദേഹത്തെ ഈ ഒരു മത്സരത്തിൽ ഒരു പക്ഷേ കളിപ്പിക്കാതിരിക്കാം എന്നുള്ളതാണ് ലഭ്യമാവുന്ന വിവരം. പിന്നെ ലാമിനെ യമാലാണ്. അദ്ദേഹം ഈ സീസണിൽ ഏറ്റവും അധികം മിനിറ്റുകൾ ബാഴ്സയ്ക്ക് വേണ്ടി കളിച്ചിട്ടുള്ള ആളാണ്. സോ ബേസിക്കലി എല്ലാ ഗെയിമും അദ്ദേഹം കളിച്ചുകൊണ്ടിരിക്കുന്നു. റെസ്റ്റ് കൊടുക്കാനുള്ള സാധ്യതയുണ്ട്. കൺസേലോ ഇപ്പം ബാഴ്സലോണയുടെ എക്സ്ട്രീംലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലെയർ ആയിട്ട് മാറിയിട്ടുണ്ട് ബാൽഡയുടെ ഇഞ്ചുറിയോട് കൂടി. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ അടുത്ത മത്സരത്തിന് വേണ്ടി പ്രിസർവ് ചെയ്ത് വെക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഡാനി ഓൾമോ നോൺ സ്റ്റോപ്പ് പ്ലേയിങ് ടൈമാണ് ഇപ്പോൾ അദ്ദേഹത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഈ റീസെൻറ്റ് വീക്കുകളിൽ. സോ അത്ലറ്റിക്കോ മാഡ്രിഡിനെതിരെ അദ്ദേഹം സ്റ്റാർട്ട് ചെയ്യാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ട് ഇന്നത്തെ മത്സരത്തിന് അദ്ദേഹത്തെ പുറത്തിരുത്തിയേക്കും എന്നുള്ള വിലയിരുത്തലുകൾ വരുന്നു. ഏതായാലും ഒരു വിവരം വരുന്നത് മുണ്ടോ ഡിപ്പോർട്ടിവോ നൽകുന്ന വിവരമാണ്. ഹൻസി ഫ്ലിക്കിന് ചില പ്രധാന താരങ്ങളെ റെസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ അവരെ മാറ്റി നിർത്തണം എന്ന് താല്പര്യമുണ്ടെങ്കിലും ലാമിനെ യമാൽ ആഗ്രഹിക്കുന്നത് ഈ കളിയിലും തനിക്ക് സ്റ്റാർട്ട് ചെയ്യണമെന്നാണ് വിവരം. എന്തായാലും അതെന്ത് കോച്ച് തീരുമാനമെടുക്കുന്നുള്ളത് കണ്ടറിയണം. സ്പോട്ട് ഇപ്പോൾ ബാഴ്സലോണയുടെ ഒരു എക്സ്പെക്റ്റഡ് ലൈനപ്പ് പുറത്തു വിട്ടിട്ടുണ്ട്. അതിൽ പക്ഷേ ഡാനി ഓൾമോക്കെ സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് പറയുന്നത്. നമ്മൾ നോക്കുകയാണ് എങ്ങനെയാവും അവരുടെ ഒരു 11 എന്നുള്ളത്. ജോയൻ ഗാർഷ്യ, പിന്നെ കൂണ്ടെ, അറൗഹോ, കുബാർസി, ബാൽഡയുടെ ഒരു പരിക്കിൻ്റെ ഘട്ടത്തിലാണ് ജാവോ കൺസേലോ മികവിലേക്ക് വന്നത്. അപ്പോൾ ഇന്ന് ജാവോ കൺസേലോയെ പുറത്തിരുത്താനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത്. പിന്നെ എറിക് ഗാർഷ്യ, ഗാവി, ഫെർമിൻ, ഡാനി ഓൾമോ, റൂണി, ഫെറാൻ ടോറസ്, ഇങ്ങനെയുള്ളൊരു 11 കൊണ്ട് ബാഴ്സ ഇറങ്ങിയേക്കും എന്നാണ് സ്പോർട്ടിൻ്റെ ഒരു വിശകലനം. കാത്തിരിക്കാം ഇന്നത്തെ ബാഴ്സയുടെ മത്സരത്തിനായി. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.